ഹലോ, ഇന്ന് നമുക്ക് ഒരു ക്ലീനിങ്ങും ഒരു ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ചേർത്തൊരു വീഡിയോ ആണ് കേട്ടോ. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ളത് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കറി ഏകദേശം ആവാറായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ മോന് ഒരാഴ്ചയായിട്ട് നല്ല പനിയായിരുന്നു. ഇന്നലെയാണ് ഒന്ന് കുറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത്രയും ദിവസത്തെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. കുഞ്ഞു മക്കളല്ലേ, അവർ നമ്മുടെ കയ്യിൽ നിന്ന് മാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ആളിച്ചിട്ട് ടി വി ഒക്കെ കണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് വൃത്തിയാക്കാം. വീട് മൊത്തത്തിൽ ഒന്ന് അലമ്പായിട്ടുണ്ട്. വലയൊന്നും അധികം ഇല്ല, പക്ഷെ എന്നാലും ഒന്ന് ചൂട് വെച്ചൊന്ന് തട്ടി ഒന്ന് എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലായിടും ഒന്ന് തുടയ്ക്കണം. മോന് പനിയായിരുന്നല്ലോ, വൈറൽ ഫീവറും ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തം ഒന്ന് കുറച്ച് ക്ലീൻ ആക്കി ഇടാന്ന് വിചാരിച്ചേട്ടോ. മുറ്റമൊക്കെ അടിച്ചിട്ട് ഒരുപാട് ദിവസമായി. അപ്പൊ എല്ലാം കൂടി ഇന്ന് ചേർത്തൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം. മത്തങ്ങയും പരിപ്പും കൂടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് അരപ്പ് നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് ചേർത്ത് തിളപ്പിച്ച് എടുക്കാന്ന് വെച്ചിട്ടാണ്. ക്ലീനിങ്ങും അങ്ങനെ ഇച്ചിരി തിരക്കുള്ള ദിവസമൊക്കെ ഞാൻ മെയിനായിട്ട് വെക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഈ മത്തങ്ങ കറിയും പിന്നെ മീൻ കറിയും കൂടെ വെക്കും. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പിന്നൊന്നും വെക്കേണ്ട, കാരണം ഇത് രണ്ടും ഇവിടെ നല്ല ചിലവാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നന്നായിട്ട് ചോറും കഴിക്കും. ഇപ്പം എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. മീനിനുള്ള അരപ്പും കൂടെയൊക്കെ അരച്ച് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് കഴുകി അങ്ങ് ഒതുക്കി വെച്ചു. പിന്നെ ഒരാഴ്ചയായിട്ട് അങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒതുക്കാനും അടുക്കാനും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് കൊണ്ട് തോരാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ. തോരാൻ വേണ്ടി വെച്ച പാത്രങ്ങളൊക്കെ അവിടെ നിരന്നിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട് അങ്ങോട്ട് പോകാമെന്ന്. കിച്ചൺ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നിനും യൂസ് ചെയ്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ എല്ലാം വെക്കാറൊക്കെ ഉള്ളത്, പാത്രങ്ങളൊക്കെ. പിന്നെ തേങ്ങ ചിരകാൻ മാത്രമാണ് ഇങ്ങോട്ട് വരാറുള്ളത്. തുണി അലക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേശ്ശെ ഡെറ്റോള് കുപ്പികളിൽ ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതുകൂടെ ഞാനിങ്ങനെ തുണിയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം ഒന്നുകൂടെ ഫില്ല് ചെയ്ത് എൻ്റെ അടുത്ത് അടുക്കിയൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒതുക്കലും പറക്കലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ മെസ്സൊക്കെ വീട്ടിലുണ്ട്. പിന്നെ കുറച്ച് അധികം അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് വേണം ഒന്ന് പഴയതുപോലെ വീടൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാൻ. ആദ്യം ഈ റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ നമ്മൾ അലക്കിയിട്ട തുണികളൊക്കെ ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെക്കുന്ന ഈ റൂമിലാണ്. സെപ്പറേറ്റ് ആയിട്ട് നമുക്കിട്ട് അലക്കേണ്ട ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഈ കിടക്കുന്നത്. മറ്റേതൊക്കെ നമ്മൾ ഒന്നിച്ചിട്ട് അലക്കിയെടുക്കുമല്ലോ. ഈ വൈറ്റ് ഒന്നും നമുക്ക് മറ്റേതിൻ്റെ കൂടെ ഒന്നും ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് കുറേ ആകുമ്പോഴത്തേക്ക് ഞാൻ എടുത്ത് അലക്കാൻ ഇടാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മോൻ്റെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളും എല്ലാം ഇങ്ങനെ ബെഡിൽ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കിയിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിടാന്ന് വിചാരിച്ചേട്ടോ. പക്ഷെ അപ്പുറത്ത് ഇങ്ങനെ വിറക് എപ്പോഴും കൊണ്ട് വെക്കുന്നത് കൊണ്ട് എല്ലാ ജനലും നമുക്ക് തുറക്കാൻ പറ്റില്ല. ഒരുപാട് വലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ചൂല് കൊണ്ട് തന്നെ അടിക്കുന്ന സമയത്ത് എല്ലാം ഒന്ന് തട്ടിയൊക്കെ എടുത്തു. ഈ ടേബിളിന്റെ പുറകിൽ അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ടാത്ത പേപ്പറൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് അത് താഴെ വീണിട്ട് ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊരു കവറിലോട്ട് എടുത്ത് മാറ്റി അതിനായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പുറത്തെ റൂമിൽ ഞാൻ പിന്നെ വന്നിട്ടുണ്ട്. നമ്മൾ കിടക്കുന്ന റൂമിൽ സീറ്റും കാര്യങ്ങളെല്ലാം മാറ്റുന്നുള്ളത് കൊണ്ട് ഞാൻ പഴയ ബെഡ്ഷീറ്റ് ഒന്നും എടുത്ത് വിരിച്ചില്ല കേട്ടോ. പൊടി അടിക്കുന്ന സമയത്ത് ഞാൻ വലയൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. കട്ടിൽ ഇങ്ങോട്ട് ഹസ്ബൻഡ് പോകുന്നതിന് മുന്നേ എനിക്ക് വലിച്ച് ഇട്ട് വന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ആൾ വന്നിട്ട് തിരിച്ചിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ആരോഗ്യമൊക്കെ എടുത്ത് കട്ടിലൊക്കെ നീക്കി അടിയിൽ നിന്നൊക്കെ ഉള്ള പൊടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പൊടികളും കാര്യങ്ങളും എല്ലാം അടിച്ചൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ബെഡ്ഷീറ്റൊക്കെ പുതിയതൊക്കെ മാറ്റിയൊക്കെ വിരിച്ചു കേട്ടോ. ബ്ലാങ്കറ്റ് ഇന്ന് കഴുകാൻ പറ്റില്ല. ബ്ലാങ്കറ്റ് കഴുകേണ്ടതാണ്. നല്ല വെയിലുണ്ടെങ്കിൽ അത് കഴുകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല വെയിൽ വരുമ്പോൾ കഴുകാമെന്ന് വെച്ചിട്ടാണ്. ഏറ്റവും ഒതുങ്ങി കണ്ടപ്പോൾ തന്നെ നല്ല സമാധാനമായി. അപ്പോൾ ഇവിടെ മോന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേണമെന്നുള്ളതൊക്കെ എടുത്ത് ഒതുക്കി വെച്ചിട്ട് വേണ്ടാത്തതൊക്കെ എടുത്ത് കളയാന്ന് വെച്ചിട്ടാണ്. ടേബിളും ഒക്കെ തുടച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ വലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ മേളിൽ പോയി അവിടെയൊക്കെ വലയടിച്ചൊന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഒന്ന് തുടയ്ക്കുന്നുണ്ട്. പിന്നെ മൊത്തം അടിച്ച് തുടയ്ക്കാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇതിനുള്ള പൊടിയൂടെ അടിച്ച് താഴെ ഇട്ടതിന് ശേഷമാണ് ആ സൈഡിലെ പൊടിയൂടെ അടിച്ചെടുത്തത്. ഇല്ലെങ്കിൽ നമ്മളിവിടെ അടിച്ചിട്ടിട്ട് വീണ്ടും മേളിൽ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് വീണ്ടും പൊടി താഴെ വീഴും. അങ്ങനെ വലയടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് മേളിലൊന്നും ഞാൻ വലയടിച്ചിട്ടില്ല. അല്ലാണ്ട് ഈ ജനലും സൈഡിലും ഒക്കെ ചുമരമൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാം പൊടി അടിച്ച് എടുത്തപ്പോഴേക്കും ഇച്ചിരി അത്യാവശ്യം നല്ലോണം പൊടി ഉണ്ടായിരുന്നു. ഈ മഴയും വന്ന് ഇരുണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റമൊക്കെ അടിച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ലോണം ഇലയും കാര്യങ്ങളൊക്കെ വീണെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മുറ്റമൊക്കെ അടിച്ചെടുത്തു. വേഗതയാകുമ്പോൾ അലക്കിയിട്ടിരുന്ന തുണികളും എടുത്ത് അകത്തേക്ക് എടുത്തു കേട്ടോ. അങ്ങനെ എൻ്റെ പൊടി അടിക്കലൊക്കെ കഴിഞ്ഞു. കർച്ചീഫ് കെട്ടിയിട്ട് ചെയ്തതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല. അതൊന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് തുടയ്ക്കാന്ന് വെച്ചിട്ടാണ്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്ത് എൻ്റെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടയ്ക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വെയിലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തുണികളൊക്കെ ഉണങ്ങി കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും കൊണ്ടുപോയി ഇടാനൊന്നും നിന്നില്ല. പിന്നെ കഴുകാൻ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വെയിൽ നിൽക്കുമോ മഴയാണോ എന്ന് അറിയാത്തത് കൊണ്ട് അങ്ങനെ ചവിട്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. ഒന്ന് ഉള്ളിലൊക്കെ നല്ലോണം അഴുക്കുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും മണ്ണായതുകൊണ്ട് മഴ സമയത്ത് പൊതുവെ
ഉള്ളിൽ അഴുക്ക് വരാറുണ്ട്. പിന്നെ അതിൽ കൂടി ഇപ്രാവശ്യം അടിക്കലും തുടയ്ക്കലും ഒക്കെ കുറവായിരുന്നതിൻ്റെതായിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ അടിക്കാണ്ടും തുടയ്ക്കാണ്ടും ഒക്കെ ഇട്ടിരുന്നിട്ട് നമ്മൾ അടിച്ചു തുടച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം ഫീൽ ചെയ്യില്ലേ വീട്ടിൽ. എനിക്ക് ആ ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ആവുള്ളൂ കേട്ടോ. അടിക്കലൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ മീനൊക്കെ വെച്ചത്. അപ്പോൾ മീനിനെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയല്ലോ. കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ആക്കിയാൽ സെറ്റായി കിട്ടും നമുക്ക്. വാഷ് ബേസിന്റെ ഏരിയയൊക്കെ ഞാൻ കഴുകി തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാൻഡ് ടവലൊക്കെ മാറ്റാറായിട്ടുള്ളതുകൊണ്ട് അതും മാറ്റി വെച്ചു. പിന്നെ ബാക്ക് സൈഡിൽ അത്യാവശ്യം ഇലയൊക്കെ ഉണ്ട്. ഫ്രണ്ട് അടിച്ചപ്പോൾ ഞാൻ ബാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ മണ്ണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞാൻ അടിച്ചുകൂട്ടി അവിടെ ഒരു കൂമ്പാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണൊന്ന് നേരെയാക്കി ഇട്ടതായിരുന്നു. ഞാൻ വേഗം തന്നെ അത്രയും അടിച്ച് ഉണ്ടായിരുന്ന വേസ്റ്റും എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് കത്തിച്ചു കേട്ടോ. അപ്പോഴേക്കും മഴയും അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഗംഭീര മഴയായിരുന്നു. എപ്പോഴാണ് വെയിൽ വരുന്നത് എപ്പോഴാണ് മഴ വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അടിച്ച് കത്തിച്ചത് നല്ലതായി. കുറേ പൊളിക്കാനുണ്ട്. അതുപോലെ പായലും ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മഴ ആയതുകൊണ്ട് എന്തായാലും അത് നാളത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മോനും മഴയാണെന്നുള്ളതൊന്നും നോക്കാണ്ട് അവനും ചാടി ഇറങ്ങും. അപ്പോൾ വീണ്ടും പനി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരാൾ മഴയൊക്കെ കണ്ടങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസം കൂടി അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇറങ്ങി നടക്കുന്നൊക്കെ ഇന്നാണ്. മോൻ്റെ പുതിയ ഊഞ്ഞാലാണ് കേട്ടോ. അവൻ്റെ അമ്മമ്മയുടെ അപ്പൂപ്പൻ്റെയും ഗിഫ്റ്റാണ്. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആടി ആടി ടി വി ഒക്കെ കണ്ടിരുന്നോളൂ. റൂമിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മോൻ കുറച്ച് സമയം ഇരുന്ന് കളിച്ചതുകൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെ വാരി കിടക്കുന്നതാണ് കേട്ടോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. സോഫയൊക്കെ ഞാൻ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് കാണിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വാരി വലിച്ച് അഴുക്കൊക്കെ നിറഞ്ഞു കിടന്നൊരു വീട് നമ്മളിങ്ങനെ വൃത്തിയാക്കി ഇട്ടപ്പോൾ നല്ല സന്തോഷമായി കേട്ടോ. പിന്നെ ഞാൻ പിന്നെ വൈകണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം പോയി കുളിക്കാനുള്ള പരിപാടിയായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ അത്രയും ജോലി പെട്ടെന്ന് ചെയ്തൊക്കെ എടുത്തപ്പോൾ തന്നെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ജനലിന്റെ പുറത്ത് ഇങ്ങനെ ഇരുണ്ട് മൂടി കിടക്കുന്നുണ്ടോ, മഴ മൂടി കിടക്കുന്നതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരുട്ടായിട്ട് കിടക്കുന്നത്. ഒറ്റയടിക്കുമ്പോൾ ഉള്ളിലോട്ട് വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടി നേരത്തെ ജനലൊക്കെ ഞാൻ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത മഴ വീണ്ടും പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആകാശമൊന്നും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും മൂടി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മഴ വീണ്ടും ഉണ്ട്. പക്ഷെ പൂവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൊഴിഞ്ഞു പോവും. പിന്നെ ചോറ് ഉച്ചത്തേക്ക് വെച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയത്തേക്ക് ഞാൻ വീണ്ടും അരിയൊക്കെ എടുത്ത് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ ഒന്ന് എടുത്ത് ഇറക്കി വെച്ചാൽ നമുക്ക് രാത്രി വാർത്തെടുത്ത് ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ അരിയൊക്കെ എടുത്ത് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിളക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ കഴുകി വാരാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വിചാരിച്ചു പിന്നെ എന്തായാലും ഇനി പ്രത്യേകിച്ച് അങ്ങനെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാം വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് സാധാരണ നമ്മൾ ദിവസം വിളക്ക് വെക്കുന്നതിനേക്കാളും ഈ നമ്മൾ അടിച്ച് തുടച്ച് നമ്മുടെ വീട് വൃത്തിയാക്കി ഇടുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പുകയ്ക്കാനും വിളക്ക് വെക്കാനും ഒക്കെ. അപ്പോൾ ആളിവിടെ ഹായ് ഒക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും. എനിക്ക് ആ ഒരു ദിവസം ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. നമ്മൾ നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി ഇട്ടേക്കുന്ന വീട്ടിലാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അത് എന്നെ പോലെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. അത് മാത്രമല്ല, എനിക്ക് വീട് ക്ലീൻ ആക്കി കഴിയില്ല. നമ്മളിപ്പോൾ ബെഡ്റൂം അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ആ ക്ലീനായി കിടക്കുന്ന ആ ഒരു സ്ഥലം പോയി നോക്കി സംതൃപ്തി അടയുന്നൊരു സ്വഭാവവും എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വിളക്കൊക്കെ വെച്ചു. കുറേ സമയം മോൻ്റെ കൂടെ ഇരുന്നുള്ള കളിയും അവനെ ഫുഡ് കൊടുക്കലും അവൻ്റെ ആഹാരം കൊടുക്കലൊക്കെ കഴിഞ്ഞ് അവനെ ഉറക്കി. അതിനുശേഷം ഞാൻ ചോറൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് വീട് വീണ്ടും ഒതുക്കലാണ്. ഒതുക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും ചേട്ടനും പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളെന്തായാലും അകത്തോട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് മോൻ വാരിയിട്ട കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് കൊണ്ടുപോയി അവൻ്റെ തൊട്ടിലാണ് ഇപ്പം ഞാൻ കളിപ്പാട്ടമൊക്കെ ഇട്ട് വയ്ക്കുന്ന സ്ഥലം കേട്ടോ. ആൾ വന്നപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡും പിന്നെ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ രാത്രി ചോറ് കഴിച്ചില്ല കേട്ടോ. ഞാൻ കൊണ്ടുവന്ന സംഭവമാണ് കഴിച്ചത്. ഞാൻ പോയി റൂമിൽ കിടന്ന സാധനങ്ങളും എല്ലാമൊക്കെ ഒതുക്കിയൊക്കെ വെച്ചു. എന്നിട്ട് ഇനി നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പുള്ളിക്കാരൻ വന്നിട്ട് ഇനി കുളിച്ചിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വീടൊക്കെ ഒതുക്കി ആൾക്കുള്ള ഫുഡും ഒക്കെ എടുത്തൊക്കെ കൊടുത്തു കേട്ടോ. എനിക്ക് കഴിക്കാൻ കൊത്തു പൊറോട്ട ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അതിൽ നമ്മുടെ കെച്ചപ്പ് വെച്ചേക്കുമല്ലോ കവറിൽ. അപ്പോൾ അതിൻ്റെ അടുത്ത് കഴിക്കരുത് എന്ന് പറയുന്നതാണ്. കുറഞ്ഞ കെച്ചപ്പാണ്, ഈ കെച്ചപ്പ് കഴിക്കരുത്, നല്ലതെടുത്ത് കഴിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ പിടിച്ച് വാങ്ങി. പിന്നെ ഞാൻ അതിനെ കഴിച്ചു. അടുത്തു നിന്നുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. ചിക്കനും മുട്ടയൊക്കെ നിറച്ചിങ്ങനെ വെച്ചേക്കും. പൊറോട്ട കുറവും ബാക്കി ഈ ഫില്ലിംഗ് ആണ് അതിൽ കൂടുതലെന്ന് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ രണ്ടുപേരും കൂടെയൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി നമ്മുടെ കിച്ചണൊക്കെ ഒതുക്കി കിച്ചൺ നമ്മളങ്ങ് ക്ലോസ് ചെയ്തു. അങ്ങനെ ഇന്നത്തെ ഈ കിച്ചണിലെ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ വരെ നമ്മുടെ വീടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ. ഇപ്പോൾ ഒരു 10:30 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇനി എന്തായാലും കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആള് എന്തോ കുറച്ച് വർക്കും കാര്യങ്ങളായിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഇനി ഇരിക്കണ്ട, നമുക്ക് കിടക്കാമെന്ന് പോയി പറഞ്ഞതാണ്. മോൻ അത് രാവിലെ എഴുന്നേക്കുമല്ലോ, അപ്പം നമുക്ക് ഉറക്കം കിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാം ഓഫൊക്കെ ആക്കി നമ്മൾ പോയി കിടന്ന് ഉറങ്ങി. വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് പറയാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.